വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. അങ്ങനെ നമ്മുടെ ടീം വീണ്ടും ഒരു സമനിലയിൽ കുരുങ്ങിയിരിക്കുകയാണ്. ഈ കളി കഴിഞ്ഞതിന് ശേഷം കുറേ പേര് വന്നിട്ട് അയ്യോ മോശമായി പോയി, 5-5 ജയിക്കാത്തത് വളരെ കഷ്ടമായി പോയി, ഇങ്ങനെയാണ് യുണൈറ്റഡ് ചെയ്യേണ്ടത് ഒരു പാവത്താൻ ഫാനിനോട്. ഞാൻ പറഞ്ഞത് ഹെയർമാൻ്റെ കാര്യമാണ്. ഈ ഹെയർമാൻ്റെ കാര്യം ഇരിക്കട്ടെ, ഹെയർമാൻ്റെ ഞാൻ പിന്നെ വരാം. ഇത് മുടിവെട്ടുകാരൻ അല്ലെങ്കിൽ മുടിക്കാരൻ എന്ന് പറഞ്ഞ ഒരു പേരാണ് ഇപ്പോൾ ഉള്ളത്, ഹെയർമാൻ. ഞാൻ വിളിക്കുന്നത് ഹെയർമാൻ എന്നാണ്. അപ്പോൾ ഹെയർമാനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് പറയാം. ഈ വീഡിയോ ഫുള്ള് കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലോട്ട് സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ കളിയിലോട്ട് വരാം. ഈ മാച്ചിലോട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ മാച്ച് പ്രിവ്യൂ പറഞ്ഞ സംഭവമുണ്ട്. ഇതൊരു ഈസി മാച്ചൊന്നുമല്ല. നമ്മൾ കുറേ ആൾക്കാർ പറഞ്ഞത് വെസ്റ്റ് ഹാം റെലിഗേഷൻ ഫോമിലാണ്. കുറേ മറ്റേ റൈവൽ ഫാൻസ് വന്നിട്ട് നമ്മൾ മോക്ക് ചെയ്യും, അയ്യേ വെസ്റ്റ് ഹാം റെലിഗേഷൻ ഫോമിലുള്ള ടീമിന് ജയിക്കാൻ പറ്റിയില്ല. ഗൈസ്, വെസ്റ്റ് ഹാം റെലിഗേഷൻ ഫോമിലാവാൻ കാരണം അവർ കളിക്കാത്തതുകൊണ്ടൊന്നുമല്ല. അതിന് പ്രശ്നം വെച്ചാൽ അവരുടെ കോച്ചുമാരുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അവരുടെ പ്ലേയേഴ്സിന് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ മൾട്ടിപ്പിൾ ഇഷ്യൂസ് കടന്നുപോയി കുറേ കളികൾ അവർക്ക് ജയിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ ഫോം എടുത്തു കഴിഞ്ഞാൽ വെസ്റ്റ് ഹാം ഇൻ ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ്. സംഭവം ഒരു 18ാമത് ഉണ്ട് നോക്കണ്ട. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഈ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ആ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞത് ഇതൊരു സുഖമായ ഗെയിമൊന്നുമല്ല. ഇത് അങ്ങോട്ട് അവരുടെ എവേ ഗ്രൗണ്ടിൽ പോയി കളിക്കുക പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്, എസ്പെഷ്യലി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. റീസൺ എന്താണെന്നറിയോ? നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് അവിടെ പോയി ജയിച്ചിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു പോയിന്റ് എടുത്തിട്ട് വരിക പറഞ്ഞെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യുണൈറ്റഡ് ഫാൻ എന്ന രീതിയിൽ ഞാൻ ഈ സീസൺ എങ്ങനെ പോകുന്നു അത് നോക്കുന്നിടത്തോളം ഇറ്റ്സ് എ ഗുഡ് പോയിന്റ് ഫോർ എസ്. അതുമാത്രമല്ല, നമ്മൾ ആ പോയിന്റ് എടുത്ത രീതി, നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോയിന്റ് എടുത്തത്. ശരിയാണ്, മാച്ചിൽ പല ഫോൾട്ടുകളും പല ആൾക്കാരുടെ ഭാഗത്തുനിന്നും കോച്ചിൻ്റെ ഭാഗത്തുനിന്നും പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ വി ആർ നോട്ട് ലൂസിങ് മാച്ചസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ ഓൺ എ വിന്നിങ് സ്ട്രീക്ക്. കഴിഞ്ഞ 8 മത്സരമായിട്ട് നമ്മൾ തോറ്റിട്ടില്ല. നമ്മൾ ലാസ്റ്റ് ഒരു കളി തോറ്റിയത് എന്താണെന്ന് അറിയോ? എനിക്കിവിടെ കഴിഞ്ഞ സെപ്റ്റംബറിലോ നവംബറിലോ എന്താണ്. അതിനുശേഷം നമ്മൾ കളിയിൽ തോക്കുന്നില്ല, അല്ലെങ്കിൽ തോറ്റിട്ടില്ല. നമുക്കിപ്പോൾ FA കപ്പോ കറബാ കപ്പോ തേങ്ങ വാങ്ങിയൊന്നുമില്ല. അത് നമ്മുടെ ഫോട്ടോ നിന്ന് മിസ്സായി പോയതാണ്. നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് മാറണം എന്നുള്ളത് നെക്സ്റ്റ് സീസണിൽ പോകുമ്പോൾ അത് മാറും വേണം. അതോടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ പ്രീമിയർ ലീഗിൽ ബി ആർ അൺബീറ്റൻ. സോ ഇതൊരു നെഗറ്റീവ് റിസൾട്ടാക്കി എടുത്തുകൊണ്ട് പല ആൾക്കാരും മോക്ക് ചെയ്യുന്നുണ്ട്. ഈ മോക്കിങ്ങിൻ്റെ കാരണം എന്താ അറിയോ? അതായത് ഞാൻ അവിടെ അങ്ങനെ പതിച്ച് വെച്ചിരിക്കുന്ന, ലാസ്റ്റ് പറയാനായിട്ട് പതിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്, ഹെയർമാൻ. അതുകൊണ്ട് മാത്രമാണ് ഇതൊരു നെഗറ്റീവ് റിസൾട്ടായി മാറുന്നത്. അല്ലാതെ ഒരു മാച്ച് എടുത്തു കഴിഞ്ഞാൽ, ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് വെസ്റ്റ് ഹാം മാച്ച് എന്ന രീതിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് റിസൾട്ട് ഫോർ എസ്. കാരണം നമ്മൾ തോൽക്കേണ്ട കളിയായിരുന്നു. പിന്നെ ഷൗട്ട് ഔട്ട് മോനെ, ഞാൻ ഉള്ള കാര്യം പറയാം, ഷൗട്ട് ഔട്ട് ടു ലെനിയോറോ. ആ ചെങ്ങായി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഇന്നലെ 2-0 കളി പൊട്ടി. ഹീ ഡിസേർവ്സ് ടു സ്റ്റാർട്ട് നെക്സ്റ്റ് മാച്ച്. ലെനിയോറോ ഡിസേർവ് ടു സ്റ്റാർട്ട് നെക്സ്റ്റ് മാച്ച്. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അഭിപ്രായം യോജിപ്പുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതല്ല നിങ്ങൾ പറയുന്നത് ലെനിയോറോ സ്റ്റാർട്ട് ചെയ്യാൻ അർഹനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം വൈ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് എടുത്ത് പറയുന്ന പേര് സെസ്കോ. ഐ ഡോണ്ട് നോ വൈ സെസ്കോ ഡിൻ സ്റ്റാർട്ട് ദിസ് മാച്ച്. കാരണം ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പലവട്ടം പല മറ്റേ വീഡിയോയിലും ലൈവ് സ്ട്രീമിലൊക്കെ പറഞ്ഞ സംഭവമാണ്, വി കനോട്ട് പ്ലേ അഗെയിൻസ്റ്റ് ലോ ബ്ലോക്ക്. ക്യാരിക്ക് ഓൺ ദ ബോൾ, ക്യാരിക്ക് ഈസ് ഓൺ ദ ബോൾ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറേ പേരുണ്ട്. ഞാൻ അപ്പോഴൊക്കെ പറഞ്ഞ സംഭവമാണ്, ഐ അപ്രിഷിയേറ്റ് ഇറ്റ്. ക്യാരിക്ക് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. കാരണം അയാൾ ചെയ്യുന്ന ഒരു മാസീവ് ജോബാണ്. ഒരു പ്രീ സീസൺ പോലും കിട്ടാതെ അയാൾക്ക് വേണ്ട പ്ലേയേഴ്സ് അല്ലാതെ അയാൾ ഈ ടീമിനെ വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നമ്മൾ ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. അതിൽ ഈ സ്റ്റീവ് ഹോളണ്ട് പറഞ്ഞ ചങ്ങായിക്കും വലിയ പങ്കുണ്ട്. പക്ഷേ ദീസ് ആർ നോട്ട് എലീറ്റ് മാനേജേഴ്സ്. ഇവർക്ക് ആർക്കും ഒരു ലോ ബ്ലോക്ക് എങ്ങനെ മുറിക്കണമെന്ന് മനസ്സിലാവുന്നില്ല, ആർക്കും പറ്റുന്നില്ല. എന്തിന് ഇവിടെ മൊറീനിയോ വന്നിട്ട് പോലും പല സമയങ്ങളിൽ പറ്റിയിട്ടില്ല. അവർ പ്രോബ്ലം ഈസ് ടു ദ കോർ. ഞാൻ എൻ്റെ മാച്ച് റിയാക്ഷനിൽ പറയാൻ വെച്ചൊരു സംഭവമാണ്, വി ഹാവ് ടു ബ്രിങ് മിഡ്ഫീൽഡേഴ്സ്. കാരണം ഇന്നലത്തെ ഒരു മൊമെൻറ്റ് ഞാൻ കണ്ടത് എന്താ അറിയോ? ഹൗ ടു ബ്രേക്ക് ആ ലോ ബ്ലോക്ക്. വെസ്റ്റ് ഹാമിൻ്റെ ലോ ബ്ലോക്ക് നമ്മൾ ബ്രേക്ക് ചെയ്ത് എപ്പോഴാണെന്ന് അറിയോ? ദർ വാസ് വൺ മൊമെൻറ്റ്, അത് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. ദർ വാസ് വൺ മൊമെൻറ്റ്, മെയിനു മിഡ്ഫീൽഡിലോട്ട് ഡീപ്പിൽ ഇറങ്ങി വന്ന് പന്ത് പിക്ക് ചെയ്ത് ചെറിയൊരു പോക്കറ്റ് ഓഫ് സ്പേസ് ഉണ്ടായിരുന്നു, അതിലോട്ട് ഓടിക്കേറി ഒരൊറ്റ പാസ്സാണ് കസമിറോയ്ക്ക്. അൺഫോർച്ചുനേറ്റ്ലി ഓഫ് സൈഡായി. പക്ഷേ ആ ഒരൊറ്റ മൊമെൻറ്റിലാണ് നമ്മൾ ശരിക്കും ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്തത്. പിന്നെ ലാസ്റ്റ് നമ്മൾ സെസ്കോനെയും സെർക്സിനെയും കൊടുത്തിട്ട് നമ്മൾ ക്രോസ് ഇട്ടുകൊണ്ട് ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്തു. ഇതേ സംഭവം നമ്മൾ എന്തുകൊണ്ട് ഫസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് കാരിക്കിനോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. കാരിക്ക് എന്താ പറയുക, നല്ലത് മാത്രം കേൾക്കാനല്ല ഒരു കോച്ചുള്ളത്. അതിവിടെ അമോറിയും ഉള്ളപ്പോഴും ടെൻഹാഗ് ഉള്ളപ്പോഴും മൊറീനോ ഉള്ളപ്പോഴും ആരുള്ളപ്പോഴും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. അത് യുണൈറ്റഡ് ഫാൻസിൻ്റെ അധികാരമാണ്, അവകാശമാണ്. അതേപോലെ തന്നെ കാരിക്കിനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യണം. അല്ലാതെ കാരിക്ക് വലിയ മഹാമനുഷ്യനൊന്നുമല്ല. ഹീ മെയ്ഡ് മിസ്റ്റേക്സ് യെസ്റ്റർഡേ. ഇന്നലെ സ്റ്റാർട്ടിംഗ് ലൈനിപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ സംഭവമുണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറഞ്ഞ സംഭവമുണ്ട്, എസ്പെഷ്യലി നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, വൈ നോ സെസ്കോ? ഇതൊരു ലോ ബ്ലോക്കാണ്. സെസ്കോൻ്റെ ഹൈറ്റ്, അവൻ്റെ ഫിസിക്കാലിറ്റി അഡ്വാൻറ്റേജ് എടുക്കേണ്ട സമയമാണ്. എസ്പെഷ്യലി വെസ്റ്റ് ഹാം ഇസ് സോ പുവർ അഗെയിൻസ്റ്റ് ക്രോസസ് ആൻഡ് ഡിഫെൻഡിങ് ഇൻ ദ ബോക്സ്.
അത് നമ്മളിതിൽ 2 പ്രാവശ്യം കണ്ടു. സെർക്സി ആൻഡ് സെസ്കോ വന്നപ്പോൾ ഹൗ പുവർ വെസ്റ്റ് ഹാം ആർ. അവരുടെ വീക്ക് ഏരിയ അതാണ്. അവർക്ക് സെറ്റ് പീസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അവർക്ക് വരുന്ന ക്രോസസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല വെസ്റ്റ് ഹാമിന്. അവരുടെ ഡിഫൻഡേഴ്സ് വെരി പുവർ. അത് മെച്ചപ്പെട്ട് വരുന്നുണ്ട്, ഇല്ല എന്നല്ല പറയാം. പക്ഷേ വി ഷുഡ് ഹാവ് ടേക്കൻ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ജയിക്കേണ്ട കളിയായിരുന്നു. പക്ഷെ നമ്മുടെ കുഴിനെ നമ്മൾ തോണ്ടിയതാണ്. അത് സ്റ്റാർട്ടിങ് ഫ്രം ക്യാരിക് ടു കളിച്ച പ്ലേയേഴ്സ് വരെ. ഇൻ എ വേ ഐ എം ഡിസപ്പോയിൻറ്റഡ്. നമ്മൾ ജയിക്കേണ്ട കളിയായിരുന്നു. പക്ഷേ നമ്മുടെ ടാർഗറ്റ് എന്താണ്? അതാണ് ആരും മറക്കാൻ പാടില്ലാത്തൊരു സംഭവം. നമ്മൾ ചാമ്പ്യൻസ് ആവാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ടീമല്ല. അവർ ടാർഗറ്റ് ഈസ് ടോപ്പ് 4. ഇന്നലെ ചെൽസി ഡ്രോ ആയപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ ചെൽസി ഡ്രോ ആയതുകൂടി നമ്മളും ഡ്രോ ആയപ്പോൾ ഇറ്റ്സ് എ ഫെയർ ഈക്വൽ റിസൾട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് അതല്ല തോന്നുന്നത്, ഇതൊരു വളരെ പൂർ പെർഫോമൻസ് ആയിരുന്നു, ഇതൊന്നും ഇങ്ങനെയല്ല മാഞ്ചസ്റ്റർ കളിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്താണ് റീസൺ എന്നുള്ളത്. വൈ ഡു യു ഫീൽ ദാറ്റ്? ഐ ഫീൽ ദിസ് വാസ് ഓക്കെ റിസൾട്ട്. കാരണം നമ്മളിപ്പോൾ മാച്ച് കഴിഞ്ഞോട് ഞാൻ റിയാക്ഷൻ ചെയ്യുകയാണെങ്കിൽ മേടി പൊട്ടിത്തെറിച്ച് എന്തൊക്കെയോ പറഞ്ഞത്. പക്ഷേ വെൻ ഐ ഡിഡ് അനാലിസൈസിസ് ഓഫ് ദിസ് ഈ അനാലിസൈസിസ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം മാത്രമല്ല ഇത്. പല ടീംസും ഈ ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ കഷ്ടപ്പെടുന്ന ഒരു സീസണായിട്ട് ഞാനിത് കാണുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ആഴ്സണൽ ടിൽ നമ്മുടെ സ്പേഴ്സ് വരെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രോബ്ലം മാത്രമല്ല ഈ ലോ ബ്ലോക്കിന് ബ്രേക്ക് ചെയ്യുന്നത്. പല ഫാൻസും പല ടീംസിൻ്റെ ഫാൻസും ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇൻക്ലൂഡിങ് ആഴ്സണൽ ഫാൻസ്. മേ ബി അതുകൊണ്ടായിരിക്കും അവർ സെറ്റ് പീസ് നമുക്ക് ഗോളിക്കാൻ നോക്കുക. അത് വേറെ വിഷയം, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ എന്താ പറയുക, ഇൻക്ലൂഡിങ് ആഴ്സണൽ ഫാൻസ്, സിറ്റി ഫാൻസ്, ലിവർപൂൾ ഫാൻസ്, നമ്മുടെ ഫാൻസ്, സ്പേഴ്സ് ഫാൻസ്, കുറേ എല്ലാ ടീമിൻ്റെ ഫാൻസ് ദേ ആർ ഫ്രസ്ട്രേറ്റഡ്. എങ്ങനെ ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതിൽ ചില ടീംസ് അതിൽ എന്തൊക്കെയോ കണ്ടുപിടിച്ച് എന്തൊക്കെയോ ചെയ്തിട്ട് മുന്നേറി പോകുന്നു, മേ ബി പോയിന്റ്സ് എടുക്കുന്നു. ഇപ്പോൾ ഇന്നലെ ചെൽസി വരെ ലീഡ്സിനായിട്ട് ഒരു ഡ്രോ ആയി. ഇത് നമ്മൾ കളിച്ചത് വെസ്റ്റ് ഹാം എവേ ആണ്. അതും നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കെയോട്ടിക്കാണ്. ഒരു പ്ലെയർ ഇഞ്ചേർഡ് ആയി കഴിഞ്ഞാൽ വളരെ തീർന്നു നമ്മൾ, അത്രേ ഉള്ളൂ. കസമിറ വീണ് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്ത് പറയുന്ന സംഭവമാണ് അമാദ് ഡിയാലോ, ബ്രയൻ എംബൂമോ, മത്യാസ് കുനിയ, അതേപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് കളിച്ച ലൂക്ക് ഷോ വളരെ 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 പുവർ പെർഫോമൻസ് ആയിരുന്നു, ഇൻക്ലൂഡിങ് ഡാലോ. എനിക്ക് ഈ കളി കഴിഞ്ഞ് ഞാൻ ചില പ്ലേയേഴ്സ് നോക്കി, കൊള്ളാടാ മോനെ, നീ ആടാ മാഞ്ചസ്റ്ററിൽ ഇന്നലെ കളിച്ചത്, അല്ലെങ്കിൽ യുണൈറ്റഡിന് വേണ്ടി നീ ആ കുപ്പായം ഇട്ടോണ്ട് നീ മാത്രമേ കളിച്ചുള്ളൂ എന്ന് പറയുന്ന കുറച്ച് പ്ലേയേഴ്സ് ആരാന്നറിയോ? ലാമൻസ്, ലെനിയോറോ, സെസ്കോ, ബ്രൂണോ ഫെർണാണ്ടസ്, അതേപോലെ തന്നെ സെർക്സി, പിന്നെ കസമിറോ അറ്റ് സം മൊമെൻറ്റ്സ്, കോബി മേനു ചില മൊമെൻറ്റ്സിൽ ഉണ്ടെന്ന് അറിയാം. അതിൽ ഞാൻ വളരെ ലോ ആയിട്ട്, അല്ലെങ്കിൽ ലോ അല്ല, വളരെ ഹൈ ആയിട്ട് ഞാൻ കാണുന്നത് ലാമൻസിനും യോറോനും സെസ്കോനെയും മാത്രമേ ഉള്ളൂ. കാരണം ബ്രൂണോ ഹാഡ് എ ഓക്കെ ഗെയിം. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇഫ് ബ്രൂണോ ഹാസ് എ ഓക്കെ ഗെയിം വി ആർ സ്ട്രഗ്ലിംഗ്. പക്ഷേ ബ്രൂണോ ഒരു സിൻറ്റലേറ്റിംഗ് പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ ആ കളി ജയിക്കും. സോ നമ്മുടെ എല്ലാ ഹോപ്പും ബ്രൂണോയിലാണ്. ബ്രൂണോ വല്ലതും കാണിച്ച് നമ്മൾ കളി ജയിക്കും. അതായിരുന്നു നമ്മൾ 93-ാം മിനിറ്റ് വരെ. എന്തോ ഭാഗ്യത്തിന് സെസ്കോനെ ഇറക്കാൻ ക്യാരിക്കിന് നല്ല ബുദ്ധി തോന്നി. സെസ്കോ വന്നു, ഗോൾ വന്നു. നിങ്ങളൊന്ന് എടുത്തു നോക്കുക, സെസ്കോ വരുന്നവരുള്ള കളിയും സെസ്കോ അതിന് ശേഷമുള്ള കളിയും 2 ഡിഫറെൻറ്റ് കളികളാണ്. സെസ്കോ വരുന്നവരെ വി ആർ സ്ട്രഗ്ലിങ്. എന്താണ് ചെയ്യേണ്ടത് ഒരു പിടുത്തമില്ല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കൊടുക്കുന്നു, എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നു, ലോങ് റേഞ്ച് ഷോട്ട് എടുക്കുന്നു. സെസ്കോ സെർക്സി വന്നു, ക്രോസസ്, ഗോൾ, ഓപ്പർച്യൂണിറ്റീസ്, മിസ്ഡ് ചാൻസസ് എല്ലാം വരുന്നു. സോ എന്തുകൊണ്ട് നമ്മളിത് ആദ്യം മുതൽ ചെയ്തില്ല? അവിടെ മാത്രമേ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി ഓവറോൾ നമ്മൾ ഗെയിം അനലൈസ് ചെയ്യുമ്പോഴോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴോ യെസ് വി പ്ലേഡ് പുവർലി. പക്ഷേ ഞാൻ പറയുന്ന സംഭവം എന്താ അറിയോ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാതിരിക്കാം. ഈവൻ വെൻ വി പ്ലേഡ് പുവർലി വി ഡിഡ്ന്റ് ലൂസ് ദ മാച്ച്. ഇനി എനിക്ക് പറയാനുള്ളത് സെസ്കോൻ്റെ ഗോളാണ്. ഇന്നലെ സെസ്കോ അടിച്ചത് ഒരു ക്ലാസിക് ക്ലിനിക്കൽ നമ്പർ 9 ഫിനിഷാണ്. അതും നോ ലുക്ക് ഫിനിഷാണ്. അവൻ നെറ്റ് പോലും നോക്കുന്നില്ല. സോ ഹിസ് അവയർനെസ് ഹാവ് ഇംപ്രൂവ്ഡ്, ഹിസ് ബോഡി ഫിസിക്കാലിറ്റി ഹാസ് ഇംപ്രൂവ്ഡ്, ഹിസ് വേ ഓഫ് പ്ലേയിങ് ഇൻ ദ പ്രീമിയർ ലീഗ് ഹാസ് ഇംപ്രൂവ്ഡ്. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 4 ഗോളാണ് സെസ്കോയ്ക്കുള്ളത്. സെസ്കോ ഡിസേർവ്സ് എ ഹ്യൂജ് അപ്രിസിയേഷൻ. ഒന്നും പറയാനില്ല, ഹീ ഡിസേർവ്സ് എ ഹ്യൂജ് അപ്രിസിയേഷൻ. കാരണം ആ സെസ്കോനുള്ള ഗോളിൻ്റെ അപ്രിസിയേഷൻ ആരും കൊടുക്കുന്നില്ല. അതിന് കാരണം ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഹെയർമാനാണ്. അതിലേക്ക് വരാം. കാരണം നമ്മളെല്ലാവരും സെസ്കോക്ക് വി ഷുഡ് അപ്രിഷിയേറ്റ് സെസ്കോ. കാരണം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നൊരു പ്ലെയർ ആയിരുന്നു. ഇവിടെ എല്ലാവരും എഴുതി തള്ളിയൊരു പ്ലെയർ ആയിരുന്നു. ഇവനൊക്കെ എന്തിന് കൊള്ളാം, ഇതുവരെ സ്ട്രൈക്കറാണോ, യുണൈറ്റഡിൻ്റെ കുപ്പായം ധരിക്കുന്ന സ്ട്രൈക്കറാണോ എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു തുടക്കത്തിൽ. എന്തിനധികം കഴിഞ്ഞ സ്പേഴ്സ് മാച്ചിൽ ഒരു ഗോൾ മിസ്സാക്കിയതിന് പല ആൾക്കാരുടെ അടുത്തുനിന്നും തെറി കേട്ടൊരു പ്ലെയറാണ് ഈ സെസ്കോ. ഞാൻ പറഞ്ഞത് നമ്മളെ അടുത്തല്ല, പക്ഷേ നോർമലി ഒരു അറിയാലോ, ഫാൻസിൻ്റെ സൈഡിൽ നിന്നൊക്കെ തെറി കേട്ടൊരു പ്ലെയറാണ്. ഇവനൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അവനാണ് നോ ലുക്ക് ഫിനിഷ് നടത്തുന്നത്. സോ സെസ്കോ ഈസ് ഇംപ്രൂവിങ്. ഞാൻ കഴിഞ്ഞ മാച്ച് റിയാക്ഷനിൽ പറഞ്ഞിരുന്നു സ്പേഴ്സിന് ശേഷമുള്ള ഹീ വിൽ ഇംപ്രൂവ്. ഹീസ് എ യങ് പ്ലെയർ, വി ഷുഡ് അപ്രിഷിയേറ്റ് ഹിം. കാരണം അവൻ വന്ന് കളിക്കുന്നത് മര്യാദയ്ക്ക് ക്രോസ് പോലും ഇടാറിയാത്തൊരു ടീമിലാണ്.
അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇടുന്നുണ്ടില്ല എന്നല്ല, പക്ഷേ അതുപോലെ 10 കൊല്ലമായിട്ട് മര്യാദയ്ക്ക് ക്രോസ് ചെയ്യാൻ അറിയാത്തൊരു ടീമിലാണ് അവൻ വന്ന് കളിക്കുന്നത്. സോ സ്ട്രൈക്കർ വിൽ സ്ട്രഗിൾ, എന്നിട്ടും അവൻ ഇവിടെ ഗോൾ അടിക്കുന്നുണ്ട്. സോ അപ്രീഷിയേറ്റ് ഹിം, വി ഹാവ് ടു എൻജോയ് ദറ്റ് ഗോൾ. കാരണം എന്താ അറിയോ, അതൊരു കിടിലൻ ഫിനിഷാണ്. ഞാൻ പറയട്ടെ, അതിപ്പോൾ വല്ല യോക്കറസോ അല്ലെങ്കിൽ ഹാലൻഡോ ആണ് ആ ഗോൾ അടിച്ചിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഫുള്ള് ആ ഗോളായിരിക്കും. കാരണം അത് അങ്ങനത്തെ ക്ലിനിക്കൽ ഫിനിഷാണ്. പണ്ട് നമ്മുടെ കസ്റ്റമർ നോലുക്ക് പാസ് കൊടുത്ത പോലെ ഒരു നോലുക്ക് ഫിനിഷാണ് സെസ്കോ അടിച്ചത്. പക്ഷേ അത് അപ്രീഷിയേറ്റിന് വരെ നമ്മളെല്ലാവരും പോയിട്ട് മുടിയെ പിടിക്കുകയാണ്. ഈ അവിടെ കട്ടെ, കാരണം ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഇത് നീണ്ടു പോകും. ഞാനിത് ലാസ്റ്റ് ഒരു 3-4 മിനിറ്റിക്കാണ് വെച്ചിട്ടുള്ളത് മുടിയൻ്റെ കാര്യം, ഹെയർമാൻ്റെ കാര്യം. അതോടെ കട്ടെ. പിന്നെ നമ്മളിപ്പോൾ ടാക്ടിക്കൽ സംഭവം പറഞ്ഞു, കരിക്കിൻ്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓവറോൾ പെർഫോമൻസ് പറഞ്ഞു, നമ്മുടെ വെസ്റ്റ് ഹാമിനെതിരുള്ള സെസ്കോന് ബ്രില്യൻ ഗോൾ പറഞ്ഞു. പിന്നെ ഞാനിവിടെ എടുത്ത് പറഞ്ഞ സംഭവം എന്താ അറിയും, ഇത് വേറെ ഏത് ചാനലിലും പറയണമെന്ന് എനിക്കറിയില്ല. നമ്മൾ വെസ്റ്റ് ഹാമിന് നല്ല വലിയൊരു കൈയ്യടി കൊടുക്കണം. കാരണം അവർ കളിച്ച കളി അന്യായ കളിയായിരുന്നു. അന്യായ ഡിഫൻസീവ് പെർഫോമൻസ് പറഞ്ഞാൽ അന്യായ ഡിഫൻസീവ് പെർഫോമൻസ് ആണ് വെസ്റ്റ് ഹാം വരുത്തിയത്. ഇത് പല ചാനൽസും പറഞ്ഞിട്ട് എനിക്കറിയില്ല ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഐ ഹാവ് ടു അപ്രീഷിയേറ്റ് വെസ്റ്റ് ഹാം. കാരണം ദേ ഡിസേർവ് ദാറ്റ് പോയിന്റ്. ആ പെർഫോമൻസിന് വെസ്റ്റ് ഹാം ഡിസേർവ് ദാറ്റ് പോയിന്റ്. അവരവരുടെ ടാക്ടിക്കൽ പ്ലാൻ ആയാലും അവരുടെ സെറ്റപ്പ് ആയാലും അവരുടെ മൊത്തം ഇൻറ്റൻസിറ്റി ആണെങ്കിലും അവർ നമ്മൾക്കെതിരെ എങ്ങനെ കളിക്കണമോ അതേപോലെ അവർ കളിച്ചു. സോ ദേ ഡിസേർവ് എ ഹ്യൂജ് പ്രൈസ്. ഞാൻ പറഞ്ഞത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ മോശമായി കളിച്ചുകൊണ്ട് നമ്മൾ നല്ല സമനില പിടിച്ചൊന്നുമല്ല. വെസ്റ്റ് ഹാം ആക്ച്വലി പ്ലേഡ് റിയലി വെൽ. അതുകൊണ്ടാണ് നമുക്ക് സമനില കിട്ടിയത്. അതും കൂടി നമ്മൾ എടുത്തു പറയണം. അല്ലാതെ വെസ്റ്റ് ഹാമിനെ നമ്മൾ മാറ്റി നിർത്തരുത്. ദേ പ്ലേഡ് റിയലി വെൽ. ദേ ആർ ഫൈറ്റിംഗ് ഫോർ ദ ലൈഫ്. അത് മറക്കരുത്. ദേ ആർ ഫൈറ്റിംഗ് ഇൻ ദ റെലിഗേഷൻ സോൺ അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ദേ വോണ്ട് ഗെറ്റ് റെലിഗേറ്റഡ്. ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ഗെറ്റ് റെലിഗേറ്റഡ്. കാരണം ദേ ആർ പെർഫോമിംഗ് മച്ച് ബെറ്റർ ദാൻ എ റെലിഗേഷൻ സൈഡ്. അതുകൊണ്ട് ദേ വോണ്ട് ഗെറ്റ് റെലിഗേറ്റഡ്. സ്പേഴ്സ് മേ ബി സാധ്യത ഉണ്ടില്ല എന്ന് പറയുന്നില്ല. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എനിക്കറിയില്ല, അത് സ്പേഴ്സ് ഫാൻസ് പറഞ്ഞു തരണം. പക്ഷേ നമ്മുടെ ബിഗ്ഗസ്റ്റ് കൺസേൺ എന്താണെന്നറിയോ, അണ്ടർ മൈക്കിൾ കാരിക് ക്യാൻ വി ബ്രേക്ക് ദ ലോ ബ്ലോക്സ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാരിക്കിന് അണ്ടറിൽ നമ്മൾ ബിഗ് ഗെയിംസിൽ കാരിക്കിന് പെർഫോം ചെയ്യാൻ പറ്റും, ടീമിനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ കണ്ടു. പക്ഷേ നമ്മളെല്ലാവരും നോക്കി കണ്ടത് കുറച്ച് മാച്ചസ് ആണ്, ഈ ഫുൾഹാം, എവർട്ടൺ, വെസ്റ്റ് ഹാം, ഇങ്ങനത്തെ മാച്ചസ്. കാരണം എവേ ഫ്രം ഹോം, ഫുൾഹാം അറ്റ് ഹോം ഇറ്റ്സ് ഈസിയർ. കാരണം ഓൾഡ് ട്രാഫോർഡ് ആ റോറും ആ എനർജി നമുക്ക് കിട്ടും. എവേ ഫ്രം ഹോം ഈ വെസ്റ്റ് ഹാം പോലത്തെ മാച്ചസിൽ കാരിക് ഹാസ് ടു ഇംപ്രൂവ്. അത് ഞാൻ കുറ്റം പറയുന്നതല്ല, ഹി ഹാസ് ടു ഇംപ്രൂവ്. അതിപ്പോൾ ചില ആൾക്കാർ ഇത് കേട്ടാൽ പറയും അമോറിയും ചെയ്തിരുന്നു, ഇയാൾ ചെയ്തിരുന്നു. ബ്രോ, ദർ ഇസ് നോ കമ്പാരിസൺ. റൈറ്റ് നൗ അവർ കോച്ച് ഇസ് കാരിക്. ഹി ഹാസ് ടു ഇംപ്രൂവ്. കാരണം ഇതൊരു ലേണിംഗ് ലെസൺ ആണ്. ഇഫ് ഹി കീപ്സ് കണ്ടിന്യൂയിങ് ദ സെയിം മിസ്റ്റേക്സ് വി വിൽ സ്ട്രഗിൾ. കാരണം നമ്മൾ ഇങ്ങനെ പോയിന്റ്സ് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ സ്ട്രഗിൾ. അതുകൊണ്ട് ഇതൊരു ലേണിംഗ് ലെസൺ ആക്കി എടുത്തുകൊണ്ട് നെക്സ്റ്റ് വരുന്നത് എവർട്ടൺ മാച്ചാണ്. അത്രയും ദിവസം റെസ്റ്റ് ഉണ്ട്, അത്രയും ദിവസം പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. ഇറ്റ്സ് എൻ എവേ മാച്ച്. ഇറ്റ് വിൽ ബി എ വെരി ടഫ് മാച്ച്. പക്ഷെ ആ മാച്ചിൽ നമുക്ക് കാണേണ്ടത് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് ലോ ബ്ലോക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അത് കാരിക്കിൻ്റെ കോച്ചിങ്ങിൻ്റെ കഴിവിൽ വരേണ്ടതാണ്. സോ ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ബിഗ്ഗസ്റ്റ് കൺസേൺ ഇതാണ്, ഹൗ ടു ബ്രേക്ക് എ ലോ ബ്ലോക്ക്. ഞാൻ ആക്ച്വലി അതിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹൗ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്യാൻ ബ്രേക്ക് എ ലോ ബ്ലോക്ക് ടീം എന്നുള്ളത്. ഉടനടി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനലിലോട്ട് ആ വീഡിയോ കാണാനായിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കോമെൻറ്റ്സ് എന്തായാലും ഷെയർ ചെയ്യുക. കാരണം ഐ വോണ്ട് ടു ലിസൺ ടു യുവർ കോമെൻറ്റ്സ്. അത് ഹെയർമാനെ കുറിച്ചിട്ട് ആവണമെന്നില്ല, സ്വാഭാവികം വരില്ല എന്ന് പറയുന്നില്ല, ഹെയർമാൻ ആവാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആർ യു ഹാപ്പി വിത്ത് എ ഡ്രോ, ആർ യു പോസിറ്റീവ്, ആർ യു നെഗറ്റീവ് അറ്റ് ദ മൊമെൻറ്റ്. കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്താ അറിയോ, ലാസ്റ്റ് 5 ഗെയിംസിൽ വി ഹാവ് 4 wins and 1 draw. കാരിക്ക് വരുന്ന സമയത്ത് ആരോടെങ്കിലും നമ്മൾ 5 കളി കളിച്ചു കഴിഞ്ഞാൽ 4 വിന്ന് 1 ഡ്രോ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, ഒരു കുഞ്ഞു പോലും വിശ്വസിക്കില്ല. പക്ഷേ ദാറ്റ്സ് റിയാലിറ്റി. വി ഹാവ് 4 wins and 1 draw. ഒരു ടോപ്പ് 4 ചാലഞ്ച് ചെയ്യുന്ന ടീമിന് ദാറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ട്സ് ദാറ്റ് വി ക്യാൻ ഗെറ്റ്. സോ വി ഷുഡ് ബി ഹാപ്പി എന്ന് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഹെയർമാൻ്റെ കാര്യം, ഞാൻ ഇതിനെക്കുറിച്ച് കുറേ ആലോചിച്ചു. കാരണം പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ അഭിപ്രായം ആരാണെന്നറിയോ, വെയിൻ റൂണി കൊടുത്ത അഭിപ്രായമാണ്. വെയിൻ റൂണി കട്ടയ്ക്കാണ് കാര്യം പറഞ്ഞത്. നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യം വെയിൻ റൂണി ഓപ്പണായിട്ട് പറഞ്ഞു. ഇത്രയാൾ പറഞ്ഞിട്ടുള്ളൂ. വെയിൻ റൂണി ഈസ് ആക്ച്വലി ഫെഡ് അപ്പ്. കാരണം ഇന്നലത്തെ കളി ജയിക്കരുത് തന്നെയാണ് അവൻ്റെ ആഗ്രഹം. ആ മുടി ഹെയർമാൻ്റെ ആഗ്രഹം ഇന്നലത്തെ കളി യുണൈറ്റഡ് ജയിക്കരുതെന്നായിരുന്നു. കാരണം ജയിച്ചു കഴിഞ്ഞാൽ ഹീസ് ഇർറെലവൻറ്റ്, പിന്നെ അവനൊന്നും ചെയ്യാനില്ല. ഓൺ പോയിന്റ് റൂണി പറഞ്ഞു. അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് പല ആൾക്കാർ വരുന്നുണ്ട്. പല സോഷ്യൽ മീഡിയ താരങ്ങൾ വന്നിട്ട് പറയുന്നുണ്ട് ആ പാവം അത് ചാരിറ്റിക്ക് വേണ്ടി നടത്താണ്. ബ്രോ, ചാരിറ്റിക്ക് വേണ്ടി നടത്താനാണെങ്കിലും എത്ര കാലം അവൻ നടത്തും, എത്ര പൈസ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റ് ഈ മുടി പറയുമ്പോൾ തന്നെ നാണക്കേട്. ഈ ഹെയർമാൻ എത്ര പൈസ ഈ സമയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ആലോചിച്ച് നോക്ക്. അത് ചാരിറ്റി പറഞ്ഞിട്ട് ഇവന് എല്ലാ ചാരിറ്റിക്ക് ഉപയോഗിക്കുകയാണോ? ഇവന് കിട്ടുന്ന പബ്ലിസിറ്റി, ഇവന് കിട്ടുന്ന ആഡ്സ്, ഇവന് കിട്ടുന്ന എന്താ പറയുക ഫെയിം ആവണം, ഫേമസ് ആവണം. അത് ഇമ്മാരി കൂത്ര സാധനം കാണിച്ചുകൊണ്ടല്ല.
ഹെയർ കട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ പേഴ്സണൽ ഹൈജീൻ തിങ്. അതൊരു ക്ലബിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ഞാൻ മുടി വെട്ടാതെ ഈ ക്ലബ്ബ് ജയിച്ചാൽ ഞാൻ മുടി വെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡിസ്റെസ്പെക്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വീഡിയോ കാണുന്ന ഒരാളത് ചെയ്യൂ. ഈ വീഡിയോ കാണുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇഷ്ടപ്പെടുന്ന റിയൽ ഫാനായിട്ടുള്ള ഒരാൾ അത് ചെയ്യോ? നിങ്ങൾ ചെയ്യോ? നിങ്ങളൊന്ന് പറഞ്ഞതാ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 5 കളി അടുപ്പിച്ച് വെച്ച് ഇവരെന്താ പറയാൻ പോകുന്നത്? കുളിക്കില്ല എന്നോ? അപ്പോൾ ഇവനെ കുളിപ്പിക്കാൻ നമ്മൾ ഇനി കളി ജയിക്കണോ? 5 കളി? ഇപ്പോൾ വേറെ അടുത്ത് വന്നിട്ടുണ്ട് താടി വളർത്തിക്കൊണ്ട്. ഇവന്മാർക്കൊക്കെ എന്താടാ പണി? ഇവന്മാർക്കൊക്കെ എന്താ വയ്യേ? താടി വളർത്തുക, മുടി വളർത്തുക, മീശ വളർത്തുക. ബ്രോ, ഇതൊക്കെ ഒരു പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമാണ്. ആ പേഴ്സണൽ ഹൈജീൻ എടുത്ത് വന്നുകൊണ്ട് മാഞ്ചസ്റ്റർ കാരണം ഞങ്ങൾക്ക് പേഴ്സണൽ ഹൈജീൻ കിട്ടുന്നില്ല പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ നാണക്കേട ക്ലബിനാണ്. അതൊരു റിയൽ ഫാൻ ആലോചിക്കണം. ഇതൊരു ഫണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഓക്കെ, ഞാൻ സമ്മതിച്ചു കൊടുക്കും. പക്ഷെ ഫണ്ടൊക്കെ കഴിഞ്ഞു. ഇത് എത്ര വെച്ചിട്ട് എത്ര ആൾക്കാരെ നമ്മൾ മോക്ക് ചെയ്തത്? സോഷ്യൽ മീഡിയ എടുത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇതെന്താ ഇവനിത് കാണുന്നില്ലേ? ഇവനിത് കാണുന്നുണ്ട്, ഇവനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഇവനിതിൽ ആഹ്ലാദം ഉണ്ട്. ഉള്ള കാര്യം പറയാം, ഞാൻ ഓപ്പണായിട്ട് പറയണം. ഇഫ് ദാറ്റ് ഗൈ ഈസ് വാച്ചിങ് ദിസ് വീഡിയോ, ഫക്ക് ഗെറ്റ് ഔട്ട്. ഐ എം റിയലി ഫ്രസ്ട്രേറ്റഡ്. ഒരാളെ മുടി വെട്ടിക്കാൻ നമ്മൾ കളി ജയിക്കുക. നിങ്ങൾ ലോക ഫുട്ബോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 5 കളി അടുപ്പിച്ച് ജയിച്ചാൽ ഒരുത്ത മുടി വെട്ടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ 5 കളി അടുപ്പിച്ച് ജയിക്കണം. ബ്രോ, വി ആർ ടോക്കിംഗ് അബൌട്ട് ഫക്കിംഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇത് മറ്റേ സൺഡേ ലീഗുള്ള ഒരു ക്ലബ്ബ് പോലും ഇങ്ങനെ അനുഭവിക്കില്ല. ഇത് റൈവൽ ഫാൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളുടെ ക്ലബിനാണ് സംഭവിക്കുന്നതെങ്കിൽ ബ്രോ, ഫണ്ണും കാര്യങ്ങളൊക്കെ വേണം. ഫുട്ബോൾ ഫണ്ണായിരിക്കണം, ഫുട്ബോൾ എൻജോയ്മെന്റ് ഉണ്ടാവണം. പക്ഷെ അത് ഫുട്ബോൾ എൻജോയ്മെന്റ് ആവണം, ഫുട്ബോൾ ഫണ്ണാവണം. അല്ലാതെ ഫുട്ബോൾ ജയിക്കാണ്ട് മുടി വെട്ടാതിരിക്കുന്ന ഫണ്ണല്ല. അത് ടോട്ടൽ ഡിസ്റെസ്പെക്റ്റ് ആണ്. അതേപോലെ തന്നെ ആ ബാഡ്ജിന് വാല്യൂ ചെയ്യാത്തതാണ്. എന്നിട്ട് അത് കൂട്ടുപിടിച്ച് നടക്കുക കുറേ സോഷ്യൽ മീഡിയ ആൾക്കാർ. 5 ജയിച്ചാലേ മുടി വെട്ടു, ആ ബാർബർ ഷോപ്പ് തുറക്കുള്ളൂ. ഇന്നലെ കളിച്ച് ചൊവ്വാഴ്ച ഉണ്ടാവും. ഇനി ബാർബർ ഷോപ്പ് തുറക്കാത്തോണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ കളി തോറ്റെന്ന് പറയും ചില ആൾക്കാർ. സമനില ചെയ്ത് ഇന്നലത്തെ കളി പറഞ്ഞാൽ ഇറ്റ് വാസ് ഗോയിങ് ടു ബി വെരി ടഫ് മാച്ച്. ഇറ്റ്സ് വെരി ടഫ് ടു വിൻ 5 out of 5 ഗെയിംസ്. എസ്പെഷ്യലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തെ ക്ലബിന് റൈറ്റ് നൗ ഈ കയോസ് കൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ്സ് വെരി ടഫ് ടു വിൻ 5 out of 5. ഈ 4 out of 5. ഫക്കിംഗ് റെസ്പെക്റ്റഡ്. വി ആർ ഗോയിങ് ത്രൂ എ പീരിയഡ് വേർ ലൈക്ക് വി ഡോണ്ട് നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. ആരും നമ്മുടെ കോച്ച് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു പീരിയഡ് കൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ് ടു വിൻ 5 out of 5. അതിൻ്റെ പേരിൽ നിന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആഘോഷം, ഒരുത്തരെ പിടിച്ച് സ്ട്രീമിൽ കൊടുന്നിരുത്തുക, എന്നിട്ട് പടക്കം പൊട്ടിക്കുക, മറ്റേ ചെയ്യുക. നമ്മുടെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വെസ്റ്റ് ഹാം ഗോൾ അടിച്ചപ്പോൾ ഉള്ളിലുള്ള ആഘോഷിക്കുകയാണ് തണ്ടി. സോറി, കുറച്ച് അൺപാർലമെൻ്ററി ആവണമെങ്കിൽ ക്ഷമിക്കണം. കാരണം ഫ്രസ്ട്രേഷൻ കൂടി പറഞ്ഞോണം മക്കളെ. ഉള്ള കാര്യം പറയാലോ, എനിക്ക് മടുത്തിട്ട് പറഞ്ഞോണാണ്. വെയിൻ റൂഡി പറഞ്ഞത് കറക്റ്റാണ്. ഐ ആക്ച്വലി സപ്പോർട്ട് വെയിൻ റൂഡി. ഉള്ള കാര്യമല്ല പറഞ്ഞത്. ഹൗ മച്ച് ക്യാൻ എ പേഴ്സൺ ഡിസ്റെസ്പെക്ട് എ ക്ലബ്? അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഹെയർമാൻ. ഞാൻ ചോദിച്ചു, ഇതിപ്പോൾ ഒരു 3 വർഷം മാഞ്ചസ്റ്റർ അടുപ്പിച്ച് 5 കളി വെച്ചിൽ ഇവരെന്താ ചെയ്യാൻ പോണത്? ഈ മുടിയൊക്കെ കെട്ടിപ്പൂട്ടിയോ ഊഞ്ഞാലാടും. സോ സോറി, ഇത് റാൻഡ് ആയി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ, വളരെ അൺപാർലമെൻ്ററി ആയിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഞാൻ വല്ലതും സംസാരിച്ചെങ്കിൽ വളരെ സോറി. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാനല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നെപ്പോലെ തന്നെ പല ഫാൻസ് ഇത് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് അവരുടെ വോയിസും കൂടി ഞാൻ എടുത്ത് പറഞ്ഞാണ്. നിങ്ങൾക്ക് ഡിസ്അഗ്രിമെൻറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്തോ. നിങ്ങൾക്ക് തോന്നുകയാണല്ല അവൻ ചെയ്ത് ശരിയാണ്, അവൻ ചെയ്ത് അവൻ്റെ ഒരു ഫണ്ടിന് വേണ്ടിയാണ് നിങ്ങൾ തോന്നുന്നത് കമൻറ്റ് ചെയ്തോ, റീസൺ വെച്ച് കമൻറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ വീണ്ടും പറയണം, ഫണ്ണ് വേറെ, ഡിസ്റെസ്പെക്റ്റ് വേറെ. ഒരാളുടെ മുടി വെട്ടിക്കാനല്ല ഒരു ഐക്കോണിക് ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വർക്കാവേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കേണ്ടത്. അത് കളി ജയിക്കാനാണ്. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിലകൊള്ളുന്നത് ഫാൻസിനെ ഹാപ്പിയാക്കാനും കളി കാണുന്ന ഫാൻസിനെ വിജയം കൊണ്ട് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബ്ബ് നിൽക്കുന്നത്. അതെന്നും അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ ഒരുത്തന്നെ മുടി വെട്ടിക്കാനല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക വീഡിയോ, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലോട്ട്. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ്. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. ലോ ബ്ലോക്കിൻ്റെ വീഡിയോ ഇറക്കാൻ പോകുന്നുണ്ട്. ഇറ്റ് ടേക്ക് സം ടൈം. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പിന്നെ അതിന് കൂടെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഹൂ ഈസ് യുവർ മാൻ ഓഫ് ദ മാച്ച്? ഇന്നലത്തെ കളിയിൽ ആരാണ് നിങ്ങളുടെ മാൻ ഓഫ് ദ മാച്ച്? കോബി, കസ്മിറോ, സെസ്കോ, ലാമൻസ്, യോറോ, ഇതിൽ ആരാണ് നിങ്ങളുടെ മാൻ ഓഫ് ദ മാച്ച്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.